നിങ്ങളെങ്ങാനും നെടുങ്കണ്ടം ടു നേര്യമംഗലം റൂട്ടിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ വരേണ്ട ഒരു വഴിയാണല്ലോ ഇത്. നല്ല അടിപൊളി നല്ല വ്യൂവിങ്ങും താഴത്ത് കുറേ ഇങ്ങനെ കുറേ മഞ്ഞൊക്കെ മൂടി കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും കിട്ടില്ല, കാരണം അത്രയേറെ മഞ്ഞായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒരു വ്യൂവിങ് മാത്രം ഞാൻ കാണിച്ചു തരാം. താഴത്തെ കണ്ടോ, ഇത് താഴത്തൊക്കെ ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ഫുള്ള് കേട്ടോ. മൂടി വന്ന് താഴത്തെ എന്താണെന്നുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാൻ പോലും പറ്റില്ല, അത്രയും മൂടലാണ്. കണ്ടില്ല, ആ വഴിയൊക്കെ ആ കിടച്ചിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പോകാനായിട്ട് നമ്മൾ ഈ മഴക്കാലമായാലും മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ യാത്രകളൊക്കെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വേ ആണിത് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഫുള്ള് മഞ്ഞുണ്ടോ. ഞാനിപ്പോൾ പോണ വേയൊക്കെ ഫുള്ള് മഞ്ഞാണ്. ബാക്കിൽ ഞാൻ കടന്നു വന്ന വഴിയുണ്ട് ഈ കാണേട്ടാ. ഇനി ക്യാമറ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാണാം. നല്ല അടിപൊളി ഒരു എന്താ പറയുക, മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്നൊരു ഇതാണ് നമുക്ക്. എന്താ ഒരു ഫീലിംഗ് ആണ്. കണ്ടോ, ഫുള്ള് മഞ്ഞുണ്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞാണ്. കാരണം നമ്മൾ എന്തായാലും ഇപ്പോൾ യാത്രകളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ട റൂട്ടാണ് കേട്ടോ നെടുങ്കണ്ടം നേര്യമംഗലം റൂട്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി, നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. യാത്രകളൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതൊക്കെ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോൾ നോക്കിയാലും ഈ നമ്മുടെ സ്ട്രെസ്സ് ഇവ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിന് റിലാക്സ് ആവാനായിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സ് നമ്മുടെ ശരീരത്തിനുണ്ടാവും. കാരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്.